കോഴിക്കോട്ടേക്ക് കടിയങ്ങാട് മുതുവണ്ണാച്ചിയിൽ പുലി ഇറങ്ങിയതായി നാട്ടുകാർ പറയുന്നു. ഈ പ്രദേശത്ത് നാട്ടുകാർ തെരച്ചിൽ നടത്തി. വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ ഇന്ന് സ്ഥലത്തെത്തി പരിശോധന നടത്തും. അപ്പോൾ അതിൻ്റെ ദൃശ്യമാണ്, പുലി ഇറങ്ങിയെന്ന് പറയുന്ന അടയാളങ്ങളുള്ള സ്ഥലത്തിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഇപ്പോൾ ഒരു പുലി കടന്നു പോകുന്ന ദൃശ്യം കാണുന്നുണ്ട്. അപ്പോൾ ഈ പുലി ഉറപ്പിച്ച് പറഞ്ഞിട്ടില്ല, വനംവകുപ്പുകാർ വരട്ടെ. അഭിജിത്ത് മുഴക്കുന്ന കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകും. അഭിജിത്ത്, ഗുഡ് മോർണിംഗ്. പറയൂ, ഈ പുലി ഓടി പോകുന്നുണ്ട്, പറഞ്ഞോളൂ. SKN ഗുഡ് മോർണിംഗ്. പുലിയാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല, പക്ഷേ നാട്ടുകാർ വലിയ പരിഭ്രാന്തിയിലാണ്. കാരണം ഇതിനെ കണ്ടത്, ഈ ജീവിയെ കണ്ടത് ഒരു ജനവാസ മേഖലയിലാണ്. ആദ്യം ഇന്നലെ രാത്രി 7 മണിയോടടുപ്പിച്ച് മുതുവണ്ണാച്ചയിലുള്ള ഒരു വയലിലാണ് ഈ ജീവിയെ കണ്ടത്. കുറച്ച് കുട്ടികളാണ് അവിടെ ഉണ്ടായിരുന്നത്. അവർ തങ്ങളുടെ മൊബൈൽ ഫോണിൽ ഈ ദൃശ്യങ്ങൾ പകർത്തിയിരുന്നു. ആ ദൃശ്യങ്ങളാണ് നമ്മൾ അല്പസമയം മുൻപ് കാണുകയും ചെയ്തത്. ഇതിൽ പുലിയോട് സാദൃശ്യമുള്ള ഒരു ജീവിയെ കാണാം. ഒപ്പം അത് കഴിഞ്ഞതിന് ശേഷം ഏതാണ്ട് 8 മണിയോടടുപ്പിച്ച് ഈ പ്രദേശത്ത് തന്നെയുള്ള മറ്റൊരാളുടെ വീടിന് സമീപത്തും ഈ അജ്ഞാത ജീവിയെ കണ്ടു. നാട്ടുകാർ ബഹളം വെച്ചതോടെയാണ് ഇത് സമീപത്തുള്ള ഒരു കുറ്റിക്കാട്ടിലേക്ക് ഓടി മറഞ്ഞത്. പിന്നാലെ ഈ ജനപ്രതിനിധികളൊക്കെ ഇവിടേക്ക് എത്തുകയും ഒരു തിരച്ചിൽ നടത്തുകയും ചെയ്തു. ഇവർ തന്നെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചിരുന്നു. അവരും ഒരു പ്രാഥമികമായ ഒരു പരിശോധന നടത്തിയിട്ടുണ്ട്. ഇന്നും വലിയ രീതിയിലുള്ള ഒരു തെരച്ചിൽ ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്നുണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ പുലിയാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. കാരണം നേരത്തെയും ഇതേപോലെ പുലിയാണ് എന്നുള്ളൊരു സംശയം ഈ കോഴിക്കോടിന്റെ പല മേഖലയിലുള്ളവർക്കുണ്ടായിരുന്നു. ബാലുശ്ശേരിയിലൊക്കെ സമാനമായ രീതിയിലുള്ള ഒരു ജീവി, അജ്ഞാത ജീവിയെ കണ്ടെത്തി. പിന്നീട് അത് കാട്ടുപൂച്ചയാണ് എന്നുള്ളൊരു നിഗമനത്തിലേക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ പ്രദേശത്ത് ഒരു തെരച്ചിൽ നടത്തും. SKN. താങ്ക് യു. അഭിജിത്ത് മുഴക്കുന്നാണ് വിവരം നൽകിയത്.